ഒരു 3 തലമുറകളോടും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ട നടനെ ചോദിച്ചാൽ 2 പേരാണ് എല്ലാവരും പറയുന്നത്, മോഹൻലാലും മമ്മൂട്ടി എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മോഹൻലാലിന്റെ കാര്യം എടുക്കാം. ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് തീരെ പരാജയമുള്ള സിനിമകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെയും ഈ പറയുന്ന 3 വർഷത്തിനിടയ്ക്ക് എടുത്താൽ എനിക്കൊന്നും നേര് മാത്രമാണ് കുറച്ചും കൂടെ ഭേദപ്പെട്ടൊരു സിനിമ എന്ന് പറയാനുള്ളത്. ഇപ്പോൾ ആ ഒരു കണക്കുകളെല്ലാം തിരുത്തിക്കുറിച്ച് 2025 ഒരു വലിയ തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എല്ലാ മലയാളികൾക്കും ഈ പറയുന്ന മോഹൻലാൽ ഒരു പ്രതീക്ഷ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഈ പറഞ്ഞ ലാസ്റ്റ് ഇറങ്ങിയ 3 സിനിമകൾ തുടരും, എമ്പുരാൻ, അതുപോലെ തന്നെ റിലീസായി എത്തിയ സിനിമയാണ് ഛോട്ടാ മുംബൈ. ഇത് 3ഉം കൂടി 503 കോടി കളക്ഷനാണ് ഇപ്പം നേടിയിട്ടുള്ളത്. ഇതൊരു മോഹൻലാൽ വീണ്ടും തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മുൻപുണ്ടായിരുന്ന അതേ ഒരു പ്രൗഢിയോടുകൂടി തിരിച്ചെത്തുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്. ഈ മോഹൻലാൽ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന പ്രയോഗത്തിനോട് എനിക്ക് യാതൊരു വിധമായ താല്പര്യമില്ല. മോഹൻലാൽ തിരിച്ചു വരാൻ മോഹൻലാൽ എങ്ങും പോയിട്ടൊന്നുമില്ല. 1989 ജനിച്ച കാലം മുതൽ കേൾക്കുന്ന പേരാണ് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം എന്നൊക്കെ. എനിക്കും 9 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ജനിക്കുന്നതിന് 9 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1980 ഈ പറയപ്പെടുന്ന മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിട്ട് ആളുകൾക്കിടയിലേക്ക്, അതിന് മുമ്പ് തിരനോട്ടമുണ്ട്, ആളുകൾക്കിടയിലേക്ക് എത്തിയ നടൻ ഇന്നും ഈ 10-45 വർഷങ്ങൾക്കിപ്പുറവും മലയാളത്തിൽ ട്രെൻഡ് സെറ്ററായി നിൽക്കുന്നുവെങ്കിൽ അത് ഈ പറയപ്പെടുന്ന മോഹൻലാലിന്റെ അഭിനയ മികവ് തന്നെയാണ്. നോക്കൂ, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഛോട്ടാ മുംബൈ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തുടരും, അതല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എമ്പുരാൻ, ഈ 3 സിനിമകളുടെ കാര്യമാണ്. ഈ 3 സിനിമകൾ 500 കോടി രൂപ കളക്ഷൻ നേടി എന്ന് പറയുന്നത് മലയാളം എന്ന് പറയുന്ന ചെറിയൊരു ഇൻഡസ്ട്രിയിലാണ്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന ഒരു ചെറിയ ഭൂപ്രദേശം. നമുക്ക് കിട്ടുന്ന, പുറത്തേക്ക് കിട്ടുന്ന സ്വീകാര്യത ഇത് നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല. എത്രയോ മലയാള സിനിമകൾ ഓരോ ആഴ്ചയും റിലീസ് ചെയ്യപ്പെടുന്നു, അറിയാതെ പോകുന്നു. അവിടെയാണ് ഇപ്പോഴും ഒരു മനുഷ്യൻ ഏകദേശം 2017 റിലീസ് ചെയ്ത ഒരു സിനിമ ഇപ്പോഴും ഹൗസ്ഫുള്ളായി ഓടുന്നുണ്ടെങ്കിൽ, 2007 റിലീസ് ചെയ്ത ഒരു സിനിമ ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുവെങ്കിൽ അത് ആ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡിന്റെ വിജയമാണ്. 2007 എന്ന് പറയുന്നത് ഞാൻ +2 പഠിക്കുന്ന കാലഘട്ടം. ആ +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ ക്ലാസ് കട്ട് ചെയ്ത് ഞാനും എൻ്റെ സുഹൃത്ത് അനീഷും കൂടെ പുത്തൂർ ചെല്ലത്തിൽ പോയി കണ്ട സിനിമയാണ് ഈ പറയപ്പെടുന്ന ഛോട്ടാ മുംബൈ. അന്ന് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. അന്ന് കൂടെ ഇറങ്ങിയ സിനിമ എന്ന് പറയുന്നത് വിഷു റിലീസ് ആയിരുന്നു. കൂടെ ഇറങ്ങിയത് ബിഗ് ബി ആണ്. ബിഗ് ബി തിയേറ്ററിൽ വലിയ പരാജയമായി. പിന്നീട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന സമയത്ത് വലിയ വിജയമായി ആളുകൾ ഏറ്റെടുത്ത സിനിമയാണ് ബിഗ് ബി. പക്ഷെ അന്ന് ബിഗ് ബി ഒക്കെ തകർത്ത തരിപ്പടമാക്കിയ സിനിമയാണ് ഛോട്ടാ മുംബൈ. നോക്കൂ, അന്ന് ഏകദേശം 50-55 വയസ്സുള്ള ഒരു മനുഷ്യനാണ് മോഹൻലാൽ. ഈ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ എല്ലാവരും കുറ്റം പറയുന്നത് അദ്ദേഹത്തിന്റെ ബോഡി, അദ്ദേഹത്തിന്റെ ശരീരം ശ്രദ്ധിക്കുന്നത്, അദ്ദേഹത്തിന് വയറുണ്ട്, മറ്റേതാണെന്ന് പറയാം. ആ വയറും വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് കളിക്കുന്നത്, ആ ചെട്ടികുളങ്ങര പറഞ്ഞ നാളിൽ ഹിപ്പി സ്റ്റൈൽ മുടിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം വന്നിട്ട് ഡാൻസ് കളിക്കുന്നത്. എത്ര മനോഹരമായി അത് ചെയ്തത്, എത്ര ആളുകൾ ഏറ്റെടുത്തു. ഇത് കാലാനുവൃത്തിയായി ഈ 2007 ശേഷം ഈ പറയപ്പെടുന്ന ഇത്രയും വർഷങ്ങൾക്ക്, 10-15-18 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ സിനിമയിൽ ആ പാട്ട് വരുമ്പോൾ തിയേറ്ററുകൾ പൂരപ്രദമാണ്. ഇപ്പോ ആരാണ് ഇപ്പൊ അവിടെ ഡാൻസ് കളിക്കാൻ വരുന്ന? അന്ന് കണ്ട ആ ഒരു തലമുറയുടെ മക്കളാണ് ഇന്ന് പോയി, എനിക്ക് തോന്നുന്നു, ഈ പറയുന്ന തിയേറ്ററിൽ. ഇപ്പൊ 2007 റിലീസായ സമയത്ത് അർമാദിച്ച അതേ ആളുകളുടെ അടുത്ത അന്നൊരു പ്രായമുള്ള 10-40 വയസ്സുണ്ടായിരുന്ന ആളുകളുടെ മക്കളാണ് യുവതലമുറ. ഇന്നത്തെ യുവതലമുറയാണ് അന്നത്തെ ആ ഒരു പാട്ടിന്, ആ ഒരു സിനിമയ്ക്ക് ഛോട്ടാ മുംബൈയിൽ നിന്ന് ഇനി എമ്പുരാനിലേക്കും തുടരിലേക്കും വരുമ്പോൾ മോഹൻലാൽ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തുടരുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഛോട്ടാ മുംബൈയുടെ കാര്യം പറയുമ്പോൾ, തുടരും സിനിമയിൽ ഒരു വില്ലനെ മോഹൻലാലിന്റെ സിനിമയിലൂടെ പുറത്തു കൊണ്ടുവരുന്നു. പ്രകാശ് വർമ്മ എന്ന് പറയുന്ന നടൻ ജോർജ് ഹലോ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് കയറി വന്നു. പക്ഷേ 17 വർഷങ്ങൾക്ക് മുമ്പ് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹത്തിന്റെ മാസ്മരിക വില്ലനിസം കാണിച്ചൊരു സിനിമയാണ് ഇത് ഛോട്ടാ മുംബൈ. മണിച്ചേട്ടന്റെ മരണത്തിന് ശേഷവും മലയാളികൾ ഇത്രത്തോളം സ്നേഹിച്ച ഒരു മഹാനടന്റെ മരണത്തിന് ശേഷം 17 വർഷങ്ങൾക്ക് ഇപ്പോൾ ആ സിനിമ അവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ലാലേട്ടനെ മാത്രമല്ല മണിച്ചേട്ടനെയും നമ്മൾ ഓർക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ജഗതി ചേട്ടനെ ഓർക്കണം. ജഗതി ചേട്ടന് സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ റിലീസുകൾ കൊണ്ട് മാജിക് കാണിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് നോക്കൂ, ഹർഷേ ഛോട്ടാ മുംബൈയുടെ കഥ ഹർഷേ അറിയത്തില്ലേ? ഈ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവരും യൂട്യൂബിലും തിയേറ്ററിലും ടിവിയിലും ഒക്കെ ആയിട്ട് ഛോട്ടാ മുംബൈ എത്ര തവണ കണ്ടു എന്നേ. പക്ഷെ എന്നിട്ടും ആളുകൾ ഈ പടം കാണാൻ പോകുന്ന ഒരു പവർ പാക്ഡ് എന്റർടൈൻമെന്റ് സാധനമാണ് ഈ ഛോട്ടാ മുംബൈ എന്ന് പറയുന്നതുകൊണ്ടാണ് എല്ലാം മറന്ന് ആസ്വദിച്ച് ചിരിക്കാൻ 2 മണിക്കൂർ. ഞാൻ ഇന്നലെ രാത്രി ഛോട്ടാ മുംബൈക്ക് ടിക്കറ്റ് നോക്കി കിട്ടിയില്ല. സീരിയസ്ലി, ഞാൻ എത്ര പടം കണ്ട പടയാണ് ഈ മണിച്ചിത്രത്തായിട്ട് റിലീസ് ചെയ്തു. എത്രയോ തവണ കണ്ട പടമാണ്. ഞാൻ പോയി തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചിലർക്ക് മാത്രം സാധ്യമാകുന്ന ചില കാര്യങ്ങളാണ്. ചില നടന്മാരുടെ ചില സിനിമകൾ റിലീസ് ചെയ്താൽ ഓടുമായിരിക്കും. പക്ഷെ ഏത് സിനിമ റിലീസ് ചെയ്താലും പിന്നെയും കാണാൻ ആളുകളുള്ള ഒരു നടനാണ് മോഹൻലാൽ. ഇനിയിപ്പോ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ, അടുത്ത സിനിമ ഉദയനാട് താരം തിയേറ്ററിലേക്ക് വരാൻ പോകുന്നു. പോയി കാണും, ഞാൻ കാണും.
ഉദയനാണ് ഞാൻ പണ്ട് പുല്ലൂർ തായലക്ഷ്മിയിൽ പോയി കണ്ട സിനിമയാണ്, ഞാൻ ഇനിയും പോയി കാണും. അതും ചോട്ടാ മുംബൈക്ക് മുമ്പ് വന്ന സിനിമയാണ്. ഇന്നും ആ മോഹൻലാലിന് മാറ്റമൊന്നുമില്ല. കണ്ണുകൾ കൊണ്ടുപോലും നഖം കൊണ്ടുപോലും മുടിയിഴകൾ കൊണ്ടുപോലും അഭിനയിക്കാൻ കഴിയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടന വിസ്മയം കേരളത്തിന്റെ മാത്രമല്ല മലയാള സിനിമയുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ അത്ഭുതമാണ് എന്നുള്ളതാണ്. നോക്കൂ, ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ഇപ്പോൾ തുടരും സിനിമ തരുൺ മൂർത്തിയാണ് സംവിധാനം ചെയ്തത്. തരുൺ മൂർത്തി എന്ന് പറഞ്ഞാൽ മോഹൻലാലിനേക്കാൾ എത്രയോ ജൂനിയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തരുൺമൂർത്തിയുടെ ഇന്റർവ്യൂ തരുൺമൂർത്തി പറഞ്ഞു, ഇത് കുളിച്ചിട്ട് വരുന്നൊരു സീനുണ്ട്, മോഹൻലാൽ കുളിച്ചിട്ട് വരുന്നു, മോളായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടി അവിടെ ഇരിക്കുന്നു, ബീട്രൂട്ട് കൊണ്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ കളിയാക്കിയിട്ട് പോകുന്ന പാട്ടിലെ ഒരു സീൻ. ഈ സീൻ ചെയ്തപ്പോൾ ലാലേട്ടൻ ആ ഷർട്ട് ഒഴിവാക്കാൻ പറ്റൂ, എന്താ അത് എൻ്റെ അച്ഛനൊക്കെ കുളിച്ചിട്ട് വരുമ്പോൾ ഷർട്ട് ഇടാറില്ല, ഒരിക്കാം സിമ്പിളായിട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇമേജ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൊടവരൊക്കെ അവിടെ കാണാൻ പറ്റും, ശരിയൊക്കെ കാണാൻ പറ്റും. പക്ഷെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് വന്നിട്ട് ആ സാധനം ചെയ്തിട്ട് പോകുന്നില്ലേ. ഏതൊരു കഥാപാത്രം കിട്ടിയാലും അതിന്റെ തന്മയത്വത്തോടെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് മോഹൻലാലിന്റെ. ആ കഥാപാത്രമായി മാറുകയാണ്, ജീവിക്കുകയാണ് മോഹൻലാൽ. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന്നു അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ മമ്മൂട്ടി പക്ഷെ ഇപ്പം ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്, ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ ചോട്ടാ മുംബൈക്കൊപ്പം ഇറങ്ങിയ ബിഗ് ബി, പിന്നീട് തരംഗമായി മാറിയ ബിഗ് ബി, എന്നിട്ടും ബിഗ് ബി ഇപ്പോഴും റിലീസിന് തയ്യാറെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? മമ്മൂട്ടിയുടേതായിട്ട് വീണ്ടും റിലീസ് വന്ന സിനിമകളൊന്നും പിന്നീട് ഓടിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് റീ റിലീസിന്റെ കാലഘട്ടത്തിൽ തന്നെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഇപ്പൊ 2-3 ദിവസം കൊണ്ട് 75 ലക്ഷം രൂപ കളക്ഷൻ നേടിയിട്ടുള്ളത് ചോട്ടാ മുംബൈ മാത്രമാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ മോഹൻലാലിന്റേതായ ഒരു സമയമുണ്ട്. ഇനി മോഹൻലാലിന്റെ പരാജയപ്പെട്ട സിനിമകളെ പറ്റി പറയാം. കഴിഞ്ഞ ഹർഷൻ 2-3 വർഷത്തിലുള്ള മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടതിൽ നേര് മാത്രമാണ് അത്യാവശ്യം കളക്ഷൻ നേടിയതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെടുന്നത്? എനിക്ക് തോന്നുന്നു ആ ഒരു കഥയിൽ മോഹൻലാൽ ഇപ്പൊ നമുക്കറിയാം പല താരങ്ങളും തന്റെ ഇഷ്ടത്തിൽ അല്ല, അങ്ങനെയല്ല. നമ്മള് മോഹൻലാലിനെ കുറിച്ച് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാണ്. ലാലേട്ടന്റെ ഒരു പടം വരുമ്പോൾ അതിനകത്തൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്, ഇന്ന സംഭവങ്ങൾ ഉണ്ടാകുമെന്ന നമ്മുടെ പ്രതീക്ഷകളാണ്. ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറി ചിന്തിക്കുമ്പോൾ അത് ഇല്ല. ബെറോസ് സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു. മോഹൻലാലിന് ബെറോസ് പോലൊരു സിനിമ സംവിധാനം ചെയ്യേണ്ടത് ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ചെയ്യുമ്പോൾ അതിലൊരു വ്യത്യസ്തത വേണം. വ്യത്യസ്തത ഇച്ചിരി കൂടി പോയതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടു പോയത് എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, അപ്പൊ സ്വാഭാവികം അദ്ദേഹം സംസ്കൃത നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് അതിന്റെ ആവശ്യമുണ്ട് പുള്ളിക്ക്. നാടകങ്ങൾ അഭിനയിക്കാൻ പോകുന്നത് അതിന്റെ ആവശ്യമുണ്ട് പുള്ളിക്ക് ഇല്ല. പക്ഷെ പുള്ളി ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നോക്കൂ, മോഹൻലാൽ ഉണ്ടാക്കുന്ന ഒരു ഓളം, തിയേറ്ററുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഓളം, അത് മലയാള സിനിമയ്ക്ക് നൽകുന്ന പ്രതീക്ഷ അത് തീരെ ചെറുതൊന്നുമല്ല. ഇത്തരത്തിൽ ഒരു മോഹൻലാലല്ല, ഒരുപാട് നടന്മാർ മലയാള സിനിമയിൽ ഉണ്ടാകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. മലയാള സിനിമ എപ്പോഴും സമ്പുഷ്ടമായി നിൽക്കണം. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സിനിമകൾ തിയേറ്ററുകളിൽ വന്നിട്ട് പരാജയപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ 3 സിനിമകൾ 500 കോടി ക്ലബിന് മുകളിൽ 500 കോടി കളക്ഷന് മുകളിൽ കയറിയിരിക്കുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ വളരെ വലുതാണ്. വ്യത്യസ്തതകൾക്ക് പിന്നാലെ പോയി ഇനിയും ചില ഒഴിവാക്കപ്പെടേണ്ട സിനിമകൾ ചെയ്യാതിരിക്കാൻ ലാലേട്ടന് കഴിയട്ടെ. ലാലേട്ടൻ അത് എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. കോളേജ് കുമാരൻ എന്ന് പറഞ്ഞൊരു സിനിമ മോഹൻലാലിന് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? ഞാൻ ഉദാഹരണം പറയാണ്. അത്തരത്തിൽ മോഹൻലാൽ എല്ലാ കാലത്തും അത്തരത്തിൽ വ്യത്യസ്തമായ കഥകളുമായിട്ട് അത്തരം സിനിമകളും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കും, ചിലപ്പോൾ വിജയിക്കാനും തോൽക്കാനും സാധ്യതയുള്ള സിനിമകൾ കുറച്ചെങ്കിലും അറിയാൻ സാധിക്കും. എന്നിട്ടും അദ്ദേഹം ചെയ്യുന്നത് ഇനിയും വരുന്ന തലമുറയിൽ കഥയായിട്ട് വരുമ്പോൾ എല്ലാവരെയും തന്നെ ഒഴിവാക്കി ആയിരിക്കാം. പക്ഷെ സെലക്റ്റീവ് ആവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അദ്ദേഹം അത് നോക്കി ചെയ്യുന്നുള്ള. പിന്നെ ഇപ്പൊ ഈ പറയപ്പെടുന്ന തുടരും സിനിമ തന്നെ ഏതാണ്ട് 10 വർഷത്തിൽ മേലെ അദ്ദേഹം ആദ്യത്തെ കഥ കേട്ടു എന്നാണ് പിന്നണിക്കിൽ നിന്ന് കേൾക്കുന്ന കഥകൾ. ഇല്ലാതെ വന്നൊരു സിനിമ കൂടിയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ടിക്കറ്റ് കിട്ടാതെ ഒക്കെ കയറി കണ്ട് വളരെ നല്ല അഭിപ്രായം കൊണ്ടും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് കയറിയ ഒരു സിനിമ കൂടിയാണ് തുടരും എന്ന് പറയുന്നത്. അല്ല, തുടരും മൗത്ത് പബ്ലിസിറ്റി അല്ല. മൗത്ത് പബ്ലിസിറ്റി കിട്ടാനുള്ള കാരണം ആ സിനിമയുടെ മേക്കിംഗ് ആണ്, ആ ഡയറക്ടറുടെ ബ്രില്യൻസ് ആണ്, അതിൽ അഭിനയിച്ചിരിക്കുന്ന കാസ്റ്റിംഗ് ആണ്. ആ കാസ്റ്റ് വൃത്തിയായി ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ശോഭന മോഹൻലാൽ കോമ്പിനേഷനിൽ ഒരു പടം ഒരുപാട് നാളിന് ശേഷം വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ്, കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു സിനിമയാണ് അത്. ഇപ്പോ ഹർഷയ്ക്കൊന്നും ഈ ചോട്ടാ മുംബൈയുടെ നൊസ്റ്റാൾജിയ മനസ്സിലാവില്ല. ഞങ്ങൾക്കൊക്കെ അതായത് ഞങ്ങളുടെയൊക്കെ പീക്ക് ടൈം കൗമാര കാലഘട്ടത്തിൽ ഇറങ്ങിയ ട്രെൻഡ് ഉണ്ടാക്കിയ സിനിമയാണ് ഈ ചോട്ടാ മുംബൈയും ഹലോയും ബിഗ് ബിയും ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമകളൊക്കെ വീണ്ടും തിയേറ്ററിൽ കാണാൻ കഴിയുന്നത് തന്നെ ഞങ്ങൾക്ക് മഹാഭാഗ്യം. നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ലല്ലോ, നിങ്ങളുടെയും വലിയ മഹാഭാഗ്യം. ഇത് തിയേറ്ററിൽ കാണുക, ബാക്കിയുള്ളവർ ആ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്.